60 വയസ്സായാൽ പോലും നമ്മുടെ കൈകളിൽ ഒരു ചുളിവ് പോലും വരത്തില്ല. ഈ കാര്യങ്ങൾ നിങ്ങൾ റൊട്ടീനായിട്ടൊന്ന് ചെയ്ത് നോക്കി, നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നേരത്തെ മുതൽ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു ചുളിവ് പോലും നമ്മുടെ കയ്യിൽ വരത്തില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്താണെന്ന് അറിയണ്ടേ? ഇന്ന് നമുക്ക് കൈകളൊന്ന് നല്ല മനോഹരമാക്കാം അല്ലേ. അതായത് നമ്മുടെ ഒരു ഏജ് കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ കൈകളൊക്കെ അല്ലാതെ തന്നെ ഈ ചിലർക്ക് ഡ്രൈനെസ് കൊണ്ട് കൈകളൊക്കെ ഇങ്ങനെ ചുരുങ്ങി വരാറുണ്ട്. ഈ തൊലിയൊക്കെ ചുളുങ്ങിയ പോലെ, പ്രായമായവരുടെ സ്കിന്ന് പോലെ. എന്നാൽ അവർക്ക് വലിയ പ്രായമില്ലതാനും. അതിലുള്ള ഒരുപാട് പ്രശ്നം പറഞ്ഞാൽ ഓരോരുത്തർ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു, വാട്സപ്പ് മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പ്രായം അധികമില്ല, 10-35 വയസ്സേ ഉള്ളൂ. എന്നാൽ അവരുടെ കൈകൾ കണ്ടാൽ ഭയങ്കര പ്രായമായവരുടെ കൈകൾ പോലിരിക്കും. കയ്യിൽ കരിവാളിപ്പും അതുപോലെ തന്നെ സ്കിന്നിന് ചുളിവും ഒക്കെ ആയിട്ടിരിക്കും. ചിലവർക്ക് ഒരു ഏജ് കഴിയുമ്പോൾ തൊട്ട് ഈ പ്രശ്നം തുടങ്ങും. പിന്നെ അത് കൂടി വന്നിട്ട് നമ്മുടെ മുഖം ചിലപ്പോൾ നല്ലതായിട്ടിരിക്കും, പക്ഷേ കൈകളെല്ലാം ഇങ്ങനെ കൈയും കാലും ഒക്കെ ഇങ്ങനെ ചുളുങ്ങി പോലെ ഇരിക്കും. അപ്പം നമ്മുടെ കൈ നല്ല മനോഹരമായിട്ടിരിക്കാൻ, ചുളിവുകളൊന്നും ഇല്ലാതിരിക്കാനായിട്ടും ഒരു ഏജ് നമുക്ക് ഒരു എപ്പം മുതൽ ചെയ്യാമെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ആ ഒരു ഏജ് മുതൽ നമ്മൾ ചെയ്തു പോവുകയാണെന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും 100% നമ്മുടെ കൈകളും കാലുകളും, ഇത് കാലിലും ചെയ്യാം കൈയിലും ചെയ്യാം കേട്ടോ, നല്ല മനോഹരമായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് ഈ ഒരു കാര്യം ചെയ്തു പോവുകയാണെങ്കിൽ ഒരു 70 വയസ്സായാലും നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൈകളിരിക്കും, ചുളിവൊന്നും ഇല്ലാതെ ഇരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു കാര്യം ചെയ്താൽ മാത്രമേ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഇതെല്ലാം തികച്ചും നാച്ചുറലാണ്, അല്ലാതെ യാതൊരു കെമിക്കലും ഇതിനകത്ത് അടങ്ങിയിട്ടില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോസ് ഷെയർ ചെയ്യുന്നത്. അതിൽ നമുക്ക് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ പയ്യെ തിന്നാൽ പനയും തിന്നാം. എന്നാൽ ഒത്തിരി സമയം, ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ചുളിവുകൾക്കൊക്കെ നല്ല രീതിയിലുള്ള മാറ്റം വരും. പക്ഷേ ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലെ ടാൻ എല്ലാം നന്നായിട്ട് മാറി ആ ഒരു സ്കിന്ന് നല്ല ആ ഒരു എന്താ പറയുക, പിന്നെ ഡ്രൈനെസ് ഒക്കെ നല്ലതായിട്ട് മാറി സ്കിന്ന് നല്ല സോഫ്റ്റ് ആകും നമ്മൾ ചെയ്യുമ്പോൾ. അതിന് ശേഷം നമ്മളിങ്ങനെ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് നല്ല രീതിയിലുള്ളൊരു മാറ്റം കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകളിലെ ചുളിവുകളെല്ലാം മാറി, നമ്മുടെ കയ്യിൽ നല്ല ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറി നല്ലൊരു ബ്രൈറ്റ് കിട്ടാനായിട്ടും ചുളിവുകളെല്ലാം മാറാനായിട്ടും ചുളിവുകൾ വരാതിരിക്കാനായിട്ടുമുള്ള ഒരു ഹോം റെമഡിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകാം. കൈകളിലെ ചുളിവുകളും അതുപോലെ തന്നെ കൈ നല്ല സോഫ്റ്റ് ആകാനായിട്ടും ചുളിവുകൾ വരാതിരിക്കാനും സഹായിക്കുന്ന അടിപൊളി ഒരു കാര്യമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്കിത് ചെയ്യാം. അതിനായിട്ട് ഒരു ടീസ്പൂൺ മുതൽ ഒരു ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഹണി വേണം, നാരങ്ങയുടെ നീര് വേണം, ഒരു പകുതി വേണം കേട്ടോ, നാരങ്ങ ഒരു പകുതി വേണം. പിന്നെ നമുക്ക് കോക്കനട്ട് ഓയിൽ വേണം. അപ്പം നമുക്ക് ഈ നമ്മുടെ പഞ്ചസാരയ്ക്ക് അകത്തോട്ട് കോക്കനട്ട് ഓയിൽ 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഒഴിച്ചു. നാരങ്ങ നീര് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഹണി ഒരു 1/2 ടീസ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കാം. അളവെല്ലാം ഇത്രയും എടുത്താൽ മതി, ഒരുപാട് കൂടിയും കുറഞ്ഞൊന്നും പോകണം, ഇത്രയും മതി. എന്നിട്ട് നമുക്ക് കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാനിതൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണേ. അപ്പോൾ പഞ്ചസാര നമ്മുടെ ഡെഡ് സ്കിന്നെല്ലാം നന്നായിട്ട് മാറ്റാൻ സഹായിക്കുന്നു, നല്ലൊരു ഷൈനിങ് ഒക്കെ കിട്ടാൻ സഹായിക്കുന്നു പഞ്ചസാര. സ്ക്രബ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് ഷുഗർ. അതുപോലെ തന്നെ നമ്മുടെ ഹണി സ്കിന്നിനെ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് വെക്കാനായിട്ടും സ്കിന്നിനെ ചുളിവുകളൊക്കെ മാറാനായിട്ടും സ്കിന്ന് റിപ്പയർ ചെയ്യാനായിട്ടും എല്ലാം നമ്മുടെ ഹണിക്ക് ഈ ഗുണങ്ങളൊന്നുമല്ല, ഒത്തിരി ഗുണങ്ങളുണ്ട്. നാരങ്ങാനീര് സ്കിന്നിൻ്റെ ചുളിവ് മാറ്റാനായിട്ടും സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും ഒക്കെ വളരെയധികം സഹായിക്കുന്നു നാരങ്ങാനീര്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാം. ഇനി നമ്മുടെ കയ്യിൽ നമുക്ക് ഇവിടം തൊട്ട് ഫുള്ള് കയ്യിലും തേച്ച് പിടിപ്പിക്കാം. ടാനൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറാനായിട്ട് ഇത് നല്ലതാണ്. നമ്മുടെ കയ്യിലോട്ട് നമുക്ക് ഇതിങ്ങനെ തേച്ച് പിടിപ്പിക്കാം. പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ നാരങ്ങയുടെ തൊണ്ട് കളയരുത് കേട്ടോ. നാരങ്ങയുടെ തൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ച് ഉരച്ച് കൊടുക്കുന്നതിന് കുറച്ചും കൂടി ഈസിയാണ്. കുറച്ചും കൂടെ റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് നമുക്ക് കൈപ്പത്തി മുഴുവൻ ഇങ്ങനെ ഒരു മസാജ് പോലെ, ഒരു സ്ക്രബ് പോലെ ചെയ്ത് കൊടുക്കാം. ഇത് മാക്സിമം നിങ്ങൾ ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റെങ്കിലും മാക്സിമം ചെയ്യണം. എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. വീണ്ടും നമ്മൾ ഈ മിശ്രിതത്തിലേക്ക് മുക്കിയിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക.
ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ ഡെഡ് സ്കിന്ന് പോവുകയും അതുപോലെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവുകയും നമ്മുടെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറി കിട്ടാനായിട്ട് ഒത്തിരി നല്ലതാണ്. സ്കിന്നിലോട്ടെല്ലാം നന്നായിട്ട് അബ്സോർവ് ആകുന്നതിനും വരെ നമ്മൾ നന്നായിട്ടൊരു മസാജ് കൊടുക്കുക. മസാജ് സ്ക്രബിങ്ങും എല്ലാം കൂടി കൊടുക്കുക. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമുക്ക് ചുളിവുകളൊക്കെ, ചിലർക്ക് ഈ വിരലിൻ്റെ ഇവിടെയൊക്കെ കറുത്ത് പോലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ മാറാനായിട്ട് നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. കൈക്ക് കളറുണ്ടോ ഇല്ലയോ എന്നല്ല പ്രശ്നം, നമ്മുടെ കൈ കളർ കുറഞ്ഞ കൈയാണെങ്കിലും കളർ കൂടിയ കൈയാണെങ്കിലും നമ്മുടെ ആ ഒരു സ്കിന്ന് നല്ല രീതിയിൽ ചുളിവുകളൊന്നും ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ മുഖമാണെങ്കിലും കറുത്തതോ വെളുത്തതോ എന്നല്ല ഇവിടെ പ്രശ്നം, അതിലൊന്നുമല്ല. കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും സ്കിന്ന് നല്ല ഭംഗിയായിട്ടിരിക്കണം. അപ്പം നല്ല രീതിയിൽ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പേരെന്നെ കോൾ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കൈകളൊക്കെ ഉണങ്ങി ചുളിവുകളായിട്ടിരിക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് പിന്നെ പ്രായം കൊണ്ടാണെന്നാണ്. അതൊരു 35 വയസ്സുള്ള ആൾക്കാരൊക്കെ വിളിക്കുമ്പോഴത്തേനും പ്രായം കൊണ്ട്, അത് പ്രായം കൊണ്ടല്ല. അവരുടെ സ്കിന്ന് ഡ്രൈ ആയിട്ടാണ് പെട്ടെന്ന് കൈകളിലും മുഖത്തുമൊക്കെ ചുളിവുകൾ വരുന്നത്. അപ്പം കൈകളിലൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ അവർക്ക് ഇത് പതുക്കെ നന്നായിട്ട് മാറി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മളൊരു 5 മിനിറ്റോളം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ കയ്യിലും കൂടെ ചെയ്യട്ടെ, എന്തായാലും 2 കയ്യിലും ചെയ്യാം. ഞാൻ കുറച്ച് ദിവസമായി ഇപ്പോൾ കയ്യിൽ വല്ലതൊക്കെ ചെയ്തിട്ട്, അപ്പം ഇന്ന് ചെയ്തപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഞാനിങ്ങനെ ഓരോന്ന് മാറി ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ എന്ത് ചെയ്താലും ഇപ്പം നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യുന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കൂടെ ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമുക്കിതെല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ. കാരണം കൈയാണല്ലോ. മുഖത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പായ്ക്കൊക്കെ ഇട്ട് നമുക്ക് ഇരിക്കാം, നമുക്ക് പണികളും ചെയ്യാം. പക്ഷേ കൈ അതുപോലല്ല. എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൈയും കാലുകളൊക്കെ വൃത്തിയാക്കി വെക്കാനായിട്ടുള്ള സമയം നമുക്ക് കിട്ടത്തുള്ളൂ. അത് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. പിന്നെ റിങ്കിൾസ് കൂടുതലുള്ളവർക്ക് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 28-30 വയസ്സ് മുതൽ ഒരു 25 വയസ്സ് മുതൽ നമുക്കിത് ചെയ്തു തുടങ്ങാം. നമ്മുടെ കൈകളിൽ 25 വയസ്സൊക്കെ ഉള്ളവർക്ക് ആഴ്ച 2 വട്ടം ചെയ്യുക. ഒരു 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ളവർ ഒരു 1-2 ദിവസം കൂടുമ്പോഴോ ചെയ്തു പോവുക. നല്ലവണ്ണം ചുളിവുള്ളവർ ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം ഞാൻ പറയുന്ന വേറൊരു കാര്യം കൂടെ ചെയ്യണം. അപ്പം പക്കാ റിസൾട്ട് കിട്ടും. അതിന് 2 കൈയും ഒരു 5 മിനിറ്റോളം ഞാൻ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്യുക. ഞാൻ മസാജിൽ നേരത്തെ കാണിച്ചിട്ടുണ്ട്. വലിയ കട്ടിക്കുള്ള മസാജൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള മസാജാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ചുളിവുകളൊക്കെ ഉണ്ട്, നന്നായിട്ട് മാറിക്കിട്ടും. കൈകൾ മാറി മസാജ് കൊടുക്കുക. ഇതും ഒരു 5 മിനിറ്റ് നമുക്ക് ചെയ്യാം, 2 കൈയും. അപ്പം നമ്മുടെ കൈകളും അതുപോലെ തന്നെ നമ്മുടെ നഖവും അതുപോലെ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കാരണം നഖത്തിനൊക്കെ നല്ല തിളക്കവും ആ ഒരു ചിലർ നഖമൊക്കെ ഉണ്ടല്ലേ, നമ്മുടെ എന്താ പറയുക കറുപ്പൊക്കെ വന്ന് നഖമൊക്കെ ഇരിക്കുന്നത്, കുഴിനഖവും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വരാതിരിക്കാനായിട്ട് ഇതൊക്കെ നല്ലതാണ്. നമ്മുടെ കൈയുടെ എപ്പോഴും ഈ 2 സൈഡ് കോർണറൊക്കെ നന്നായിട്ട് ബ്രഷ് വെച്ച് വൃത്തിയാക്കുക. അതൊക്കെ വളരെ നല്ലതാണ്. അത് മാനിക്കൂർ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി നമ്മുടെ കൈ വെള്ളയില്ലേ, ചിലരുടെ കൈ വെള്ള ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കൈ വെള്ളയിലൂടെ നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൈയുടെ വെള്ളമൊക്കെ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് നിങ്ങൾ ഒരു തവണ ചെയ്തിട്ടൊന്ന് അതിൻ്റെ റിസൾട്ട് നോക്കി. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ കൈക്കകമൊക്കെ നല്ല സോഫ്റ്റായിരിക്കും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു 5 മിനിറ്റോളം ചെയ്യുക. അതിനുശേഷം നമ്മുടെ കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. കാരണം നമ്മുടെ എണ്ണമയം ഒക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക, ഒരു 30 വയസ്സ് കഴിഞ്ഞ് 30 മുതൽ 40 വയസ്സിന് താഴെ വരെയുള്ള ആൾക്കാർ ഇത് ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ച് നന്നായിട്ട് കഴുകിയിട്ട് തുടച്ച് മാറ്റുക. വേറെ സോപ്പ് കൊണ്ടൊന്നും കഴുകണ്ട, വെറുതെ കൈ കഴുകി തുടച്ച് മാറ്റുക. പിന്നെ
നിങ്ങൾക്ക് ഒരുപാട് ചുളിവുള്ളവരാണെങ്കിൽ 40% നല്ലപോലെ ചുളിവ് തോന്നിക്കുന്നവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. അടുത്ത സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം വേറൊരു സ്റ്റെപ്പ് കൂടെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ചുളിവുകൾ നന്നായിട്ട് മാറി കിട്ടുന്നത്. ഇത് ചെയ്താൽ നമ്മുടെ ചുളിവുകൾ മാറും, അതായത് ചുളിവുകൾ വരാതിരിക്കും, ഉള്ള ചുളിവുകൾ മാറി കിട്ടും. പക്ഷേ ചുളിവുകൾ ഒരുപാട് കൂടി ഇങ്ങനെ ചുളിഞ്ഞുളിഞ്ഞിരിക്കുന്ന ആൾക്കാരില്ലേ, അങ്ങനത്തെ ഉള്ളവർക്കാണ് അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിക്കുന്നത്. അപ്പം കൈയെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്, സോപ്പിട്ടൊന്നും അല്ല, വെറുതെ കഴുകിയിട്ടുള്ളൂ. സോപ്പിട്ട് കഴുകണ്ട, വെറുതെ കഴുകിക്കളയുക. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ കൈക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ലൊരു മിനുസവും നല്ലൊരു തിളക്കവും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു എന്താ പറയുക, ഡ്രൈ സ്കിന്നൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉള്ളവർ ചെയ്യുമ്പോൾ തന്നെ അത് നല്ല രീതിയിലുള്ള വ്യത്യാസം കിട്ടുന്നതായിരിക്കും. കണ്ടോ, നല്ലൊരു തിളക്കമൊക്കെ നമ്മുടെ കൈക്ക്, നമ്മളെ എണ്ണ കൊണ്ട് ചെയ്തതുകൊണ്ട് തന്നെ നല്ല തിളക്കവും നല്ലൊരു സോഫ്റ്റ്നെസ്സും ഒക്കെ നമ്മുടെ കൈക്ക് വന്നിട്ടുണ്ട്. അപ്പം കൈക്കകോ അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു തിളക്കമൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, കൈ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു സോഫ്റ്റ്നെസ് വന്നിട്ടുണ്ട്. ഡെഡ് സ്കിൻ എല്ലാം നന്നായിട്ട് മാറി കിട്ടും. ഇത് നമ്മുടെ കാലിൽ ഉപ്പൂറ്റിയിലൊക്കെ ചെയ്യാം. കാൽപ്പത്തിയിലും ഉപ്പൂറ്റിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രൈനസ് എല്ലാം നന്നായിട്ട് മാറും. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം, ചുളിവുകൾ നല്ലതായിട്ടുള്ളവർക്ക് ചെയ്യേണ്ട കാര്യമാണ് അടുത്തായിട്ട് കാണിക്കുന്നത്. ഒരു ബൗളെടുത്ത് വെക്കുക. അതിനകത്തേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഏറ്റവും നല്ലതാണ് റിങ്കിൾസ് കുറയ്ക്കാനായിട്ട്, സ്കിന്ന് ടൈറ്റ് ആവാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് കോൺഫ്ലവർ. ഈ ഒരു കാര്യം നമുക്ക് നമ്മുടെ ഫേസിലും ചെയ്യാം കേട്ടോ. കൈയിൽ മാത്രമല്ല, കൈകളിലും കാലുകളിലും ഫേസിലും ചെയ്യാം. അപ്പം 1 ടേബിൾ സ്പൂണോളം നമ്മുടെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പകുതി നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്ത് കുറച്ച് ഹണിയും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് കുറച്ച് റോസ് വാട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കുഞ്ഞു മക്കൾക്കൊക്കെ കുറുക്ക് കൊടുക്കത്തില്ലേ, അത്ര കട്ടിക്കല്ലാതെ ആ ഒരു രീതിയിൽ എടുക്കുന്നത്. ലൈറ്റായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി. ഒത്തിരി കട്ടിക്കൊന്നും ഇടേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ട് നമ്മൾ ഇനി തേച്ച് പിടിപ്പിക്കുക. ഇപ്പം നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ ഈ കയ്യിലും കൂടെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇതുമ്പോൾ കൈ അനക്കാതെ, ഞാൻ പറയില്ല, ഇത് പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ. എന്നാലേ നമുക്കത് കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കൈ അനക്കാതെ ഒരു തുണിയുടെ, നമ്മുടെ വേറെ ഒരിടത്തും പറ്റാതെ ഒരു തുണിയുടെ മുകളിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് അവിടെ ഇരിക്കുക. അപ്പോൾ ചിലപ്പോൾ ഇത് പെട്ടെന്ന് ഉണങ്ങും കേട്ടോ, ചിലപ്പോൾ ഇത് താമസം വരും ഉണങ്ങാനായിട്ട്. എന്തായാലും 20 മിനിറ്റ് വെക്കണം, ഉണങ്ങിയാലും ഉണങ്ങിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഒരു 20 മിനിറ്റ് വെച്ചിട്ട് ഞാൻ കാണിക്കാം. അപ്പം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഉണങ്ങി ഒരുമാതിരി വലിഞ്ഞു, അതായത് പക്ക ഇങ്ങനെ ഇറുകി പിടിച്ച് ഡ്രൈ ആവത്തില്ല, നന്നായിട്ടൊന്ന് വലിഞ്ഞൊരു ഫീലേ നമുക്ക് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. പ്ലെയിൻ വാഷ് ചെയ്താൽ മതി, അല്ലാതെ പിന്നെ ഷാമ്പൂ വാഷോ അങ്ങനെയൊന്നും ചെയ്യരുത്, ഹാൻഡ് വാഷൊന്നും ചെയ്യരുത്. ചെറു ചൂടുവെള്ളത്തിലാണ് ഞാൻ കൈ കഴുകി കളയുന്നത് കേട്ടോ. അപ്പം ചെറിയൊരു ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലോട്ട് വേണം നമുക്ക് ഇത് കഴുകാനായിട്ട്. കൈയൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, നമ്മുടെ കയ്യിലെ ചുളിവ് പോകാനൊക്കെ എന്ത് ചെയ്യണമെന്ന്. ഏറ്റവും ബെസ്റ്റാണ് നാരങ്ങ നീര്. നാരങ്ങ നമ്മുടെ സ്കിന്നിൻ്റെ റിങ്കിൾസ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. നമ്മുടെ കൈകൾ നമുക്ക് ഡയറക്റ്റ് എന്താ പറയുക, നാരങ്ങയുടെ തൊണ്ട് വെച്ചൊക്കെ ഉരച്ച് കൊടുക്കാം. ഞാൻ ചിലപ്പം നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ആ ഒരു തൊണ്ട് വരുന്നത്, എന്തിനേലും നമ്മൾ നാരങ്ങ ഉപയോഗിക്കുമ്പോൾ ആ ഒരു തൊണ്ട് ബാക്കി വരുമല്ലോ, ഞാൻ എന്ത് ചെയ്യും, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അതിലോട്ട് മുക്കും. എന്നിട്ടത് ഇങ്ങനെ ഉരച്ച് കൊടുക്കും. വെറുതെ നമ്മൾ ആ ഒരു എല്ലാം ചെയ്ത് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അത് മാറ്റി വെച്ചേക്കും, അങ്ങനെ ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്താലും നമുക്ക് ഒത്തിരി ഗുണമാണ് ഈ നാരങ്ങയുടെ തൊണ്ട്. നമ്മുടെ മുഖത്തും നാരങ്ങ നീര് ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്. എന്തിൻ്റെ കൂടുതലും പായ്ക്കുന്ന കടലമാവിൻ്റെ കൂട്ടത്തോ അരിപ്പൊടിയുടെ കൂട്ടത്തോ തക്കാളി നീരിൻ്റെ കൂട്ടത്തോ എന്തിൻ്റെ കൂട്ടത്തിലും നമുക്ക് 3-4 ഡ്രോപ്സ് മാത്രം മതി നമ്മുടെ മുഖത്തേക്ക്. പക്ഷേ കയ്യിലും കാലിലും ഒക്കെ നമുക്ക് നല്ലതായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം നാരങ്ങ നല്ലൊരു പിന്നെ റിങ്കിൾസ് കുറയ്ക്കാൻ സഹായിക്കുന്നു, നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റ് ആവാൻ സഹായിക്കുന്ന നമുക്ക് ഒരുപാട് ഘടകങ്ങൾ നാരങ്ങയിലുണ്ട്. അപ്പം നാരങ്ങ നീര് നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് ചേർന്നേക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ റിങ്കിൾസ് കുറയ്ക്കാനും ബ്രൈറ്റ്നസ് കിട്ടാനും സ്കിന്ന് സോഫ്റ്റ് ആൻഡ് ഷൈൻ ആയിട്ടിരിക്കാനും മറ്റുള്ള എല്ലാ സാധനങ്ങളുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.